ആന്റിബയോട്ടിക്കുകളുടെ അമിതവും അനാവശ്യവുമായ ഉപയോഗത്തിനെതിരെയുള്ള ബോധവൽക്കരണവുമായി ആരോഗ്യവകുപ്പ്. ആരോഗ്യമന്ത്രി നേരിട്ട് വീടുകളിലെത്തി ബോധവൽക്കരണത്തിൽ പങ്കുചേർന്നു. സർക്കാർ ഇടപെടലുകളുടെ ഫലമായി ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗത്തിൽ 20 മുതൽ 30% വരെ കുറവുണ്ടായതായി മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. ആന്റി മൈക്രോബിയൽ റെസിസ്റ്റന്റ് വാരാചരണത്തോടനുബന്ധിച്ച് സംസ്ഥാന വ്യാപകമായി വിവിധ തരത്തിലുള്ള AMR അവബോധ പരിപാടികളാണ് ആരോഗ്യവകുപ്പ് നടത്തിവരുന്നത്. സാധാരണക്കാരിൽ അവബോധം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായാണ് വീടുകളിലെത്തി ബോധവൽക്കരണം നൽകുന്നത്. ആരോഗ്യ പ്രവർത്തകർക്കൊപ്പം മന്ത്രി വീണ ജോർജും ബോധവൽക്കരണത്തിൽ പങ്കുചേർന്നു. വട്ടിയൂർക്കാവ് പ്രദേശത്തെ വീടുകളിൽ മന്ത്രി നേരിട്ടെത്തിയാണ് അവബോധം നൽകിയത്. ഈ ഒരാഴ്ച കൊണ്ട് പരമാവധി വീടുകളിൽ ആശാപ്രവർത്തകരെത്തി അവബോധം നൽകുന്ന തരത്തിലാണ് പരിപാടി ക്രമീകരിച്ചിരിക്കുന്നത്. ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് അതിനെതിരെ ഒരു ബോധവൽക്കരണമാണ് ആരോഗ്യവകുപ്പ് നടത്തുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ എത്തിയത്. ആന്റിബയോട്ടിക്കുകളുടെ അനാവശ്യവും അശാസ്ത്രീയവുമായ ഉപയോഗം തടയാനുള്ള ആരോഗ്യവകുപ്പിന്റെ ഇടപെടലിലൂടെ ഫലപ്രദമായി ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗത്തിൽ 20 മുതൽ 30% വരെ കുറവുണ്ടായതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. കഴിഞ്ഞ ഒരു വർഷം കൊണ്ടാണ് ഇത് യാഥാർത്ഥ്യമാക്കിയത്. മെഡിക്കൽ സ്റ്റോറുകൾ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനില്ലാതെ ആന്റിബയോട്ടിക്കുകൾ വിൽക്കാതിരിക്കാൻ കർശന നടപടികളും സർക്കാർ സ്വീകരിച്ചിരുന്നു. എല്ലാ ആശുപത്രികളെയും ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രികളാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.